ശ്രീ ജെ.ആർ. പത്മകുമാർ, ഇടതും വലതും എപ്പോഴും BJPക്കെതിരെ വയ്ക്കുന്ന ആയുധം എന്ന് പറയുന്നത് വർഗീയ പാർട്ടി എന്നുള്ളതാണ്. ഇവിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ PDPയെ ന്യായീകരിക്കാൻ പറഞ്ഞപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിയതിനൊപ്പം ജമാഅത്തെ ഇസ്ലാമി RSSനെ പോലെ ലോകത്തിന് തന്നെ ഭീഷണിയാകുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന പരാമർശമാണ് നടത്തിയത്. ഒരുപക്ഷെ മതമൗലികവാദികളെ ഒരുപോലെ രണ്ടുപേരും കൂട്ടുപിടിക്കുകയും RSSന് മേൽ പഴിചാരുകയും ചെയ്യുന്ന പ്രവണത ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതാദ്യമായൊന്നുമല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ വർഗീയത കളിക്കുന്നത് ആരാണ്? പൊതുസമൂഹത്തിന് മുന്നിൽ മതനിരപേക്ഷരാണ് തങ്ങൾ എന്ന് പറയുകയും വർഗീയവാദികളെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന ഇടതിൻ്റെയും വലതിൻ്റെയും നയത്തെയും നിലപാടിനെയും താങ്കൾ എങ്ങനെ കാണുന്നു? കേരളത്തിലെ ഈ രണ്ട് മുന്നണി രാഷ്ട്രീയം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, എപ്പോഴും BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്തി ആക്രമിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് ഭീകരവാദ സംഘടനകൾ മതമൗലികവാദ സംഘടനകളെ താലോലിച്ച് താരാട്ടി പാലൂട്ടി വളർത്തുന്നൊരു സമീപനമാണ് ഇടത് വലത് മുന്നണികൾ UDFും LDFും കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. പൊതുവെ ഇവരുടെ മറ്റ് ബന്ധമുള്ള സംഘടനകൾ ദേശീയ തലത്തിലും അതുതന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ട് ഈ നിലമ്പൂർ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ട് മതമൗലികവാദ സംഘടനകളെ രണ്ട് മുന്നണികളും യാതൊരു തദ്ദേശീയമില്ലാതെ ഒരു സഖ്യമുണ്ടാക്കിയതിനെ സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ ഈ രണ്ട് സംഘടനകളും എന്താണ് എന്നുള്ളത് മൂന്നാമതൊരാൾ പറയാതെ തന്നെ ഈ MV ഗോവിന്ദൻ്റെയും അതുപോലെ VD സതീശൻ്റെയും നമ്മുടെ ഈ ചർച്ചയിൽ അസ്കറിൻ്റെയും ഗിരിയുടെയും സംസാരം കേട്ടാൽ അതിൽ നിന്ന് തന്നെ ഒന്ന് വിലയിരുത്താവുന്നതേ ഉള്ളൂ ഈ രണ്ട് സംഘടനകളും എന്താണ് എന്നുള്ളത്. PDPയെ കുറിച്ചിട്ടുള്ള GV ഹരിയുടെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചുള്ള അസ്കറിൻ്റെയും പ്രസ്താവനകൾ വിലയിരുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാകുക എത്രമാത്രം ഭയാനകമാണ്, എത്രമാത്രം തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളാണ് ഈ രണ്ട് സംഘടനകളും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു വിശകലനത്തിൻ്റെ ആവശ്യമില്ല. അത് തികച്ചും അവസരവാദ രാഷ്ട്രീയമാണ് നടത്തുന്നത്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്നുള്ള സംഘടനയെക്കുറിച്ച് അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദ സംഘടനകളെക്കുറിച്ചും ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി നേരത്തെ എടുത്തിട്ടുള്ള നിലപാടുകളും അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു മതേതരത്വത്തിൻ്റെ പ്രതീകമായിട്ട് കോൺഗ്രസ് ആ കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ വർഗീയവാദികൾക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആര്യാടൻ മുഹമ്മദ് എടുത്തിട്ടുള്ള നിലപാടുകളൊക്കെ നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലും അല്ലാതെ തന്നെയും പൊതു സമൂഹത്തിൻ്റെ മുന്നിൽ വളരെ വ്യക്തമാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം ഘടകവിരുദ്ധമായി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു നിലപാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് വർഗീയവാദ സംഘടനകൾ തീവ്രവാദ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് യാതൊരു കണ്ടീഷനും വയ്ക്കാതെ ചില ആളുകൾ വോട്ട് ചെയ്തു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ മനസ്സിലാക്കുന്നത് UDFിൻ്റെ അസോസിയേറ്റ് മെമ്പറാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് വരും കാലങ്ങളിൽ നമുക്ക് വെളിവാകുന്ന ഒരു കാര്യമാണ്. എപ്പോഴും എന്തായാലും ഈ കടമ്പ കടക്കണം, അതിനെ ആരുമായി ഏത് സംഘടനയുമായി കൂട്ടുകൂടാമെന്നുള്ളതാണ്. ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. ലോകത്തിൽ തന്നെ ഒരു ലോകമുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ, ആ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങളാണ് ലോകത്ത് തന്നെ ഇന്ന് വലിയ രീതിയിലുള്ള മനുഷ്യത്വരഹിതമായ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു രാഷ്ട്രീയ മതപരമായിട്ടുള്ള ഒരു ആശയമാണ്. ആ ആശയം വെച്ച് പുലർത്തി ആ ആഗോള ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണച്ചക്കാർ അല്ലെങ്കിൽ ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടന തന്നെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. ഓരോ കാലഘട്ടത്തിലും ഈ സംഘടനകൾ നമ്മുടെ LDFും UDFും എടുത്തിട്ടുള്ള ഈ മുന്നണികൾ എടുത്തിട്ടുള്ള നിലപാടുകൾ മാത്രം വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള 2004 തെരഞ്ഞെടുപ്പിൽ 2009 തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും LDFിന് പിന്തുണ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ജമാഅത്ത് ഇസ്ലാമി. 2011 കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 124ഓളം നിയോജക മണ്ഡലങ്ങളിൽ ഈ ജമാഅത്ത് ഇസ്ലാമി LDFിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു. 2014 NDA അധികാരത്തിൽ വന്നു, മോഡി ഗവൺമെൻറ് വരികയും 2019 വീണ്ടും മോഡി അധികാരത്തിൽ വരുമെന്ന് കണ്ട സമയത്ത് ഈ കോൺഗ്രസിന് അനുകൂലമായി ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്തിട്ടുള്ളത്. ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക്
എതിരായി അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ, ഈ വർഗീയ ആശയങ്ങൾ നടപ്പിൽ വരുത്താൻ തടസ്സമായി നിൽക്കുന്നത് NDA അല്ലെങ്കിൽ BJP ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് BJPക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി മാറി മാറി LDFനും UDFനും അനുകൂലമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടി തന്നെയാണ്. ഇപ്പോൾ ഇത്രമാത്രം വർഗീയമായ ഒരാശയം വെച്ചത് ഈ അടുത്ത കാലത്ത് തന്നെ അവരുടെ സംഘടന സ്റ്റുഡൻസ് SIO കേരളത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ, അതിനെപ്പോലും ഈ ആളുകൾ ഒരാൾ പോലും UDF LDF തള്ളി പറഞ്ഞിട്ടില്ല. SIO എടുത്തൊരു സ്റ്റുഡിയോ ടാറ്റയുടെ ഒരു സ്ഥാപനത്തെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എത്രമാത്രം ഈ സമൂഹത്തിൽ ഒരു സെപ്പറേറ്റിസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നതെന്ന് മനസ്സിലാക്കണം. അതുപോലും തെറ്റാണ്, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഈ സമൂഹത്തിൽ സമാധാനമായി പോകുന്ന കേരളത്തിലെ സമൂഹത്തിൽ തെറ്റിദ്ധാരണ വരുത്താൻ അല്ലെങ്കിൽ വിഘടനവാദം വരുത്താൻ കലുഷിതമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നുള്ള പറയാൻ UDFും LDFും തയ്യാറായിട്ടില്ല. അപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മാറി മാറി UDFും LDFും ഇവരെ പിന്തുണയ്ക്കുന്നത് വളരെ പരിതാപകരമാണ്, അപകടകരമായൊരു അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ CPMൻ്റെ നിലപാട് PDP പീഡിതരുടെ സംഘടനയാണെന്നാണ് പറയുന്നത്. അസ്കർ തന്നെ സൂചിപ്പിച്ചു അതിൻ്റെ പൂർവ്വ സംഘടനയായ ISS കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അക്രമങ്ങൾ. ഒരു ദിവസം കേരളത്തിലെ തെക്കേ കേരളം ഈ തെക്കേ നമ്മുടെ ഈ പ്രദേശത്ത് ഏകദേശം 7-8 ജില്ലകളിൽ ഒരേ സമയം അക്രമം ഉണ്ടാക്കി വലിയ രീതിയിലുള്ളൊരു കലാപത്തിന് ശ്രമം നടത്തി അതിൽ പ്രതിയാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആൾ തന്നെയായിരുന്നു അന്നും അതിൻ്റെ നേതൃത്വത്തിലുള്ളത്. ആ ആളിനെ 2 പ്രാവശ്യം തീവ്രവാദ കേസുകളിൽ അറസ്റ്റ് ചെയ്തു കൊടുത്തത് നയനാർ അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അറസ്റ്റ് ചെയ്തു, തമിഴ്നാട് പോലീസിന് കൈമാറി. അതുപോലെ തന്നെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുവാണ് ബാംഗ്ലൂർ പോലീസിന് കൈമാറിയിട്ടുള്ളത്. നയനാർ അധികാരത്തിലിരിക്കുമ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൈമാറിയതിന് പ്രതിഷേധിച്ചുകൊണ്ട് അന്ന് നമുക്കറിയാം കേരളത്തിൽ ലക്ഷണമൊത്ത ആദ്യത്തെ തീവ്രവാദ ആക്രമണമായിരുന്നു കളമശ്ശേരിയിലെ ബസ് തീവെപ്പ്. അത് ആർക്ക് വേണ്ടിയിട്ടാ? ഇന്നത്തെ ഈ പറയുന്ന പീഡിതരുടെ നേതാവിൻ്റെ ഭാര്യ പ്രതിയാണ്. ആ ഭാര്യ പ്രതിയായതും അന്ന് അതിന് ഏറ്റവും കേരളത്തിൽ തീവ്രവാദ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട തടിയൻ ഇവിടെ നസീർ ആ കേസിൽ പ്രതിയാണ്. അദ്ദേഹത്തെയും ഈ നേതാവിൻ്റെ ഭാര്യയൊക്കെ പ്രതിയാക്കിയ കേസ് ഇപ്പോഴും കേരളത്തിൽ നിലവിലുണ്ട്. ആദ്യത്തെ ലക്ഷണമൊത്ത തീവ്രവാദ കേസ്. മാത്രമല്ല അസ്കർ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, വേറൊരു കേസ് കേരളത്തിൽ നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തടിയൻപട നസീർ ഉൾപ്പെടെയുള്ള ആളുകൾ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നയനാരെ കൊല്ലാൻ ശ്രമിച്ച കേസ്. എന്തുകൊണ്ടാണ് നയനാരെ കൊല്ലാനായിട്ട് അന്നത്തെ PDP ഈ നമ്മുടെ മദനിയുടെ പാർട്ടിക്കാർ അന്ന് ശ്രമിച്ചത്? നമ്മുടെ മദനിയെ അറസ്റ്റ് ചെയ്ത് തമിഴ്നാട് പോലീസിന് കൊടുത്തത് നയനാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നയനാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളുകൾക്കെതിരായി കേസെടുത്തുകൊണ്ട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു. അതൊരു വിധി ഉണ്ടാക്കിയിട്ടില്ല, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാണാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കേസ് ഇപ്പോൾ ഏതവസ്ഥയിലാണെന്നുള്ള പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ നയനാരെ കൊല്ലാൻ ശ്രമിച്ചതും ഇന്ന് നിങ്ങൾ പിന്തുണ കൊടുക്കുന്ന നേതാവിൻ്റെ പാർട്ടിയുടെ ആ നേതാവിനെ പിടിച്ചു കൊടുത്തു എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ലക്ഷണമൊത്ത ഏറ്റവും വലിയ തീവ്രവാദ സംഘടനകൾ ഇന്ന് 10 മടക്കി താഴെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. PDP ഒരു രാഷ്ട്രീയ സ്വഭാവം പേര് സ്വീകരിച്ച് കൊണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ മോഹം ആ സംഘടനയുടെ യഥാർത്ഥ രൂപം മാറിയിട്ടില്ല. തൽക്കാലം അദ്ദേഹം ജയിലിലായതുകൊണ്ടും അതിൻ്റെ പ്രവർത്തകരെ കാര്യക്ഷമമായിട്ട് ഇപ്പോൾ പഴയതുപോലെ ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ടും ഒരു രാഷ്ട്രീയ രൂപം പ്രാപിച്ച് അവിടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. ലക്ഷണമൊത്ത തീവ്രവാദി സംഘടനയാണ്. അപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി ആയാലും ഈ PDP ആയാലും കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളുടെ ഭാഗമായിട്ട് രഹസ്യമായി പ്രവർത്തിക്കുന്ന, ചില ഘട്ടത്തിൽ പരസ്യമായും വന്ന് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. തൽക്കാലം വോട്ടിന് വേണ്ടിയിട്ട് പരസ്പരം ജനങ്ങളോട് പറയും ഞങ്ങൾ യാതൊരു വർഗീയ പാർട്ടികളുമായും അല്ലെങ്കിൽ അതുപോലത്തെ തീവ്രവാദ സംഘടനകളുമായും ബന്ധമില്ല, ഞങ്ങൾക്ക് വോട്ട് വേണ്ട എന്ന് പറയും. പക്ഷേ അവസാനം ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലെത്തുമ്പോൾ, ഒരു അവസ്ഥയിലെത്തുമ്പോൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോളിംഗിൻ്റെ അവസ്ഥയിലേക്ക് വരും, പറയും ആരെല്ലാം വോട്ട് തരുന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ നേരത്തെ എടുത്ത നിലപാടുകൾ, സമയത്തും എടുത്ത നിലപാടുകൾ, പ്രഖ്യാപിച്ച വോട്ട് പോലും വേണ്ട. പലപ്പോഴും പല സംഘടനകളും വോട്ട് ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റും
പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ എടുക്കുമ്പോൾ അവർ ഞങ്ങൾ പറയാതെ വോട്ട് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് ഈ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള സംഘടനകളാണ് ഇന്ന്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. സംഘടനകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഞങ്ങൾ സ്വീകരിക്കും. പക്ഷേ തീവ്രവാദ സംഘടന വോട്ട് വേണ്ട എന്ന് പരസ്യമായി ഇപ്പം പറയാൻ അവർക്ക് ധൈര്യമില്ല എന്ന് പറയുന്നത് നഗ്നമായ അവസരവാദ രാഷ്ട്രീയമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതിൽ രണ്ട് മുന്നണികളും വ്യത്യസ്തമല്ല എന്നുള്ളത്. അതെ, അത് മാത്രമല്ല, സമുന്നതനായ CPM നേതാവ് P. ജയരാജന്റെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മദനി ചെറുപ്പക്കാരായ മുസ്ലിം യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആനയിച്ചത് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പിന്നീട് അത് മാത്രമല്ല, നമ്മുടെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ചില സംഘടനകൾ കേരളത്തെ നമ്മുടെ രാജ്യത്തെ ഇസ്ലാം രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് അച്യുതാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ വേദിയിൽ വി എസ് അച്യുതാനന്ദനെക്കാളും കൂടുതൽ പരിഗണന മദനിക്ക് നൽകി സ്വീകരിച്ചതൊക്കെ നമ്മൾ അന്ന് കണ്ടതാണല്ലോ. വലിയ ആൾക്കൂട്ടത്തിനിടയിൽ എത്രമാത്രം സ്വീകരണമാണ് മദനിക്ക് നൽകിയത് എന്നുള്ളത്.